കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്കുള്ള പല വിമാന സർവീസുകളും വ്യാപകമായി റദ്ദാക്കുകയോ അതല്ലെങ്കിൽ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകൾ വരുന്നു. 37 സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള 3 വിമാനങ്ങൾ ഇന്ന് രാവിലെ തന്നെ റദ്ദാക്കിയ കാര്യം ഞാൻ പറഞ്ഞു. ഇനി മറ്റു വിമാനത്താവളങ്ങളുടെ അവസ്ഥ അറിയാൻ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ലാൽകൃഷ്ണ തത്സമയം ചേരുകയാണ്. അതുപോലെ തിരുവനന്തപുരത്തെ കാര്യം പറയാൻ വിനീഷ് കുമാർ നമുക്കൊപ്പം ചേരും. ആദ്യം ലാൽകൃഷ്ണ ചേരുന്നു. ലാൽകൃഷ്ണ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകളെ കുറിച്ചുള്ള നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വ്യാപകമായിട്ടാണ് സർവീസ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 37 സർവീസുകൾ കൊച്ചിയിലേക്ക് വരേണ്ട സർവീസുകളാണ് കുറച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് കൊച്ചിയിൽ നിന്ന് പറന്നുയരേണ്ട ഏകദേശം 38ഓളം വിമാന സർവീസുകൾ കൂടി വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഇത് കൂടാതെ 6 വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ 6 വിമാനങ്ങൾ എത്താനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അത് പ്രധാനമായിട്ടും ജിദ്ദ, മസ്കറ്റ്, അബുദാബി തുടങ്ങിയിടങ്ങളിൽ നിന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നിന്നുള്ള വിമാനങ്ങൾ എത്താനുള്ള സാധ്യതയില്ല എന്ന് പറയുന്നതിന് പ്രധാന കാരണം ഈ യുദ്ധത്തിൻ്റെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇന്നലെ 27 വിമാനങ്ങൾ ഇത്തരത്തിൽ ക്യാൻസൽ ചെയ്തിരുന്നു. അതിൽ 14 വിമാനങ്ങൾ കൊച്ചിയിലേക്ക് എത്തേണ്ട വിമാനങ്ങളായിരുന്നു. ഇത് യാത്രക്കാരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന വിമാനങ്ങൾ എന്നുള്ളത് മാത്രമല്ല, ഇത് കണക്റ്റഡ് ഫ്ലൈറ്റ് കൂടിയാണ്. പലതും ഡൽഹിയിലേക്കോ മുംബൈയിലേക്കോ ചെന്നൈയിലോ ലാൻഡ് ചെയ്ത് അവിടെ നിന്ന് കണക്ട് ചെയ്ത് പോകുന്ന ഫ്ലൈറ്റുകൾ കൂടിയാണ്. പക്ഷേ യാത്ര ക്യാൻസൽ ചെയ്യുന്നതോടുകൂടി ഈ കണക്റ്റഡ് ഫ്ലൈറ്റിൻ്റെ സേവനം കൂടി ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് പോകേണ്ട ആളുകളെയും ഇത് കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. പലരും ലീവിന് നാട്ടിൽ വന്ന് തിരികെ പോകാൻ നിൽക്കുന്ന ആളുകളെ അടക്കം ഈ സർവീസ് കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ എയർപോർട്ട് അതോറിറ്റിയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഒടുവിൽ കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തോത് കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ നിലവിൽ നടക്കുന്ന സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടാണ് നീക്കമെങ്കിലും അതിന് അയവ് വരാതെ വീണ്ടും ഒരു ഫ്ലൈ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ള വിവരം തന്നെയാണ്. ഇതിൽ പ്രധാന വിമാനങ്ങളെല്ലാം തന്നെ വിദേശ വിമാനങ്ങളാണ്. എയർ ഇന്ത്യ അടക്കമുള്ള സർവീസുകളുണ്ട് എങ്കിൽ പോലും വിദേശ വിമാനങ്ങളുടെ കാര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു വെട്ടിക്കുറയ്ക്കൽ വ്യാപകമായി വന്നിരിക്കുന്നത് എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ മസ്കറ്റിൽ നിന്നൊരു വിമാനം വന്ന് ഇറങ്ങിയിരുന്നു. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്ന 10 മണിക്ക് എത്തേണ്ട ജിദ്ദയിൽ നിന്നുള്ള വിമാനം ഉണ്ടാകില്ല എന്നൊരു അറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഷെഡ്യൂൾ ചെയ്തതിൽ പോലും ഉണ്ടാകാനുള്ള സാധ്യത ഈ മണിക്കൂറുകളിൽ പോലും നിലനിൽക്കുന്നുണ്ട്. ലാൽകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്ന്. ഈ തിരുവനന്തപുരത്ത് നിന്ന് വിനീഷ് കുമാർ കൂടി ചേർന്നു. വിനീഷ്, തിരുവനന്തപുരം വിമാനത്താവളത്തിനുള്ള സർവീസുകൾ റദ്ദാക്കിയതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, കൂടുതൽ മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? എസ്കെൻ, ഗുഡ് മോർണിംഗ്. 3 വിമാനങ്ങൾ റദ്ദാക്കിക്കൊണ്ടുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 7:25 കുവൈറ്റിലേക്ക് പുറപ്പെടേണ്ട കുവൈറ്റ് എയർവേസ് വിമാനം പോയിട്ടില്ല. അതുപോലെ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ 10:45 പുറപ്പെടേണ്ട ഷാർജയിലേക്കുള്ള വിമാനവും 11:35 റിയാദിലേക്ക് പുറപ്പെടേണ്ട വിമാനങ്ങളും ഇതിങ്ങനെ 3 എണ്ണമാണ് ഇപ്പോൾ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം എത്തിയിട്ടുള്ളത്. എന്തായാലും മിഡിൽ ഈസ്റ്റിലേക്ക് കാര്യമായി വിമാനങ്ങൾ പോകാനുള്ളൊരു സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം അത്രത്തോളം മോശം ഒരു അവസ്ഥയിലേക്കാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ മിഡിൽ ഈസ്റ്റിലേക്കുള്ള വിമാനങ്ങൾ ഇനിയും റദ്ദാക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇന്നലെയും മിനിയാന്നും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊച്ചിയിലും കരിപ്പൂരിലും എല്ലാം തന്നെ നിരവധി വിമാനങ്ങൾ ഇതുപോലെ തന്നെ റദ്ദാക്കിയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്, പ്രധാനമായും സിംഗപ്പൂരിലേക്കോ അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന സർവീസുകൾ യഥാസമയം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. എന്നാൽ മിഡിൽ ഈസ്റ്റിലേക്കുള്ള വിമാനങ്ങൾ പരമാവധി റദ്ദാക്കാനുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് പല ആളുകൾക്കും തിരിച്ചു പോകാൻ മിഡിൽ ഈസ്റ്റിലേക്ക്, അതായത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. നമുക്കറിയാം, പ്രത്യേകിച്ച് മലബാർ പോലുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇത്തരത്തിൽ മിഡിൽ ഈസ്റ്റിനെ ആശ്രയിക്കുന്നവരുണ്ട്. ഇവർക്കൊന്നും തന്നെ പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ പല ആളുകൾക്കും തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയുമുണ്ട്. കാരണം ഏത് സമയവും ആക്രമണം ഉണ്ടായേക്കാം, മിസൈലുകൾ പതിച്ചേക്കാം. ഈ ഒരു ഭയത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ആളുകളുള്ളത്. എന്തായാലും മറ്റാളുകളുടെ ജോലിയും അതുപോലെ തന്നെ ബിസിനസ് ആവശ്യങ്ങൾ എല്ലാം തന്നെ തൽക്കാലത്തേക്ക് നിലച്ചിരിക്കുകയാണ്, സ്തംഭിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും എയർപോർട്ട് അതോറിറ്റി പറയുന്ന അനുസരിച്ചാണെങ്കിൽ എത്ര വിമാനങ്ങൾ ഇനി കൂടുതൽ ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അല്പസമയത്തിനകം നമുക്ക് അറിയാൻ കഴിയും. രാവിലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കണക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. 3 വിമാനങ്ങളാണ് ഇതുവരെ തിരുവനന്തപുരത്ത് നിന്ന് റദ്ദാക്കിയിട്ടുള്ളത്. എസ്കെൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.